ഞങ്ങൾ അവതരിപ്പിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അച്ഛാ, നീ ഫോണിൽ നോക്കിയിരിക്കുവാണ്. ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകേണ്ടതല്ലേ? ഇന്ന് പ്രാർത്ഥന ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞത്. നേരത്തെ റെഡി ആകണം, കൃത്യസമയത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന്. ഫോൺ നോക്കി അങ്ങ് ഇരുന്നോളുവന്നോ മണിക്കൂറുകള്. എനിക്ക് 6 ദിവസം ജോലിയുണ്ട്. ആകെ ഒരു ദിവസം വീട്ടിൽ ഇരിക്കാൻ കിട്ടുന്നത്. ആ ഒരു ദിവസം പരസ്യോഗത്തിന് പോകും, പ്രാർത്ഥനയ്ക്ക് പോകും. അതും പറയാണ്ട് വൈകിട്ട് വീട്ടു പ്രാർത്ഥന. അതൊക്കെ ശരിയാകും, പക്ഷെ അതൊക്കെ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയല്ലേ നമ്മൾ ആരാധന. നമ്മള് ചർച്ചിൽ പോയി മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആൾക്കാരെ കണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം തരുമെന്നോ. എന്ന് ഈ ഫോണിനകത്ത് നോക്കി ഇരുന്നോണോന്നോ? എനിക്ക് രാവിലെ ചായ ഇട്ടോ? ചായയൊക്കെ ഞാൻ ഇട്ട് തരാം. എന്തായാലും പ്രാർത്ഥനയ്ക്ക് പോകണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. തന്നില്ലല്ലോ. അത് ഞാൻ തരാം ഇപ്പൊ എന്തായാലും. എന്തായാലും ഹലോ, കട്ടായി. ആരാ? എന്തുവാ? എന്തായാലും ഞാൻ ഇന്ന് ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നില്ല. നീ അവിടെ ചെന്ന് ആ പാസ്വേഡ് എനിക്കോട് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം. എന്തായാലും പ്രാർത്ഥനയ്ക്ക് പോന്നാല് ആരാന്ന് രാവിലെ. ഹലോ പാസ്റ്റർ സ്വതന്ത്രം. ഇപ്പൊ ഞാൻ പാസ്റ്റർ കാര്യം പറഞ്ഞത് നാട്ടെടുത്ത് വെളിയിലോട്ട് ഇട്ടോ. അതെ ഞങ്ങളെന്താ പാസ്റ്റർ, ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ പ്രസംഗിച്ച വചനങ്ങളും അതൊക്കെ ഇങ്ങനെ ഞങ്ങള് ജീവിതമായിട്ട് ഇങ്ങനെ ശോധന ചെയ്ത് നോക്കുമായിരുന്നു. ഏതാ കുറിവാക്കിയെന്നോ? കഴിഞ്ഞ ആഴ്ച ഏതായിരുന്നു കുറിവാക്കിയത്? എല്ലാം കുറുക്കി കൊള്ളുന്നതാണല്ലോ പാസ്റ്ററെ, കുഴപ്പമില്ല. അതെ മറിയം പിള്ളേരുടെ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടേ. അയ്യോ, അത് ഞാൻ ഒന്ന് വിളിക്കണോ ഓർത്തിരിക്കുകയായിരുന്നു എന്റെ പാസ്റ്ററെ. എനിക്ക് കാലിന്റെ മുട്ടിന്റെ താഴെ ഒരു മുഖരല്ല, ഒരു പരു പോലെ വന്നിട്ട് നടക്കാൻ ഒട്ടും വയ്യ. അതുകൊണ്ട് ഞാൻ ഇന്ന് ആരാധനയ്ക്കൊന്നും വരാത്തത്. ഇല്ല, ആശുപത്രി കാണിക്കേണ്ട ഒരു കുഴപ്പമില്ല. അതെ ഇന്നൊന്ന് റെസ്റ്റ് എടുത്താൽ മാറാവുന്ന കാര്യമുള്ളൂ. അതെ ഓ ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ടോ? ഓ ഇല്ല പാസ്റ്റർ, ഇന്ന് ഫുള്ള് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഓക്കെ. പിന്നെ പാസ്റ്ററെ, നമ്മുടെ ഇന്നത്തെ പ്രസംഗം ഒന്ന് റെക്കോർഡ് ചെയ്തൊന്ന് വാട്സാപ്പിൽ ഇട്ടേക്കണേ, എനിക്ക് ഇവിടെ ഇരുന്നത് കാണാനാ. അതെ ശരി. ഓക്കെ. അയ്യോ, കള്ളം പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തോ ഒരു സന്തോഷം. ചായ ഇട്ടോ? എന്തായാലും പ്രാർത്ഥനയ്ക്ക് പോയി കൊടുക്കേണ്ട വില എന്തായാലും അത് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാത്തിനുള്ള സമയമുണ്ട്. കൃത്യസമയത്തിന് ഒരുങ്ങി ഡ്യൂട്ടിക്ക് പോകാനൊക്കെ എല്ലാ സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഒന്നും. അതും പോയിട്ട് ഒരു ഫോണും കൊണ്ട് ഇരിക്കും, ബാത്റൂമിനകത്തോട്ട് കയറി അവിടെ ഇരിക്കും ഒരു 2 മണിക്കൂർ. അതിനൊക്കെ എല്ലാത്തിനും നിങ്ങൾക്ക് സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ സമയം. നിങ്ങളവിടെ ഫോണ് നോക്കിയിരുന്നത് കർത്താവ് വരാൻ സമയമായി. കർത്താവ് വരുന്നു പറഞ്ഞിട്ട് എത്ര നാളായി ഇതുവരെ? എന്തായാലും ഞാൻ പോയി എനിക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കാൻ പോവാ. ഞാൻ എന്തായാലും പ്രാർത്ഥനയ്ക്ക് പോവാം. ചായ ഇട്ടാനുള്ള ചായയും കിട്ടിയില്ല. വൺ പീസിന്റെ 9ാമത്തെ സീസൺ ഇറങ്ങിയത്. അറിയേ എടേ, ഒരു ചങ്കരാതിരി മറിയേ അയ്യോ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. എവിടാ വന്നേക്കുന്നത്? എന്റെ വീട് കാണുന്നില്ല, രാത്രിക്ക് പോയ ഭാര്യയെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. കോളല്ലേ എന്റെ കോള്? ഞാനിവിടെ ആരെയും കാണാതെ വിഷമിച്ചിരിക്കുവായിരുന്നു. സെയിം കേസ്. 1/2 മണിക്കൂറായി ഞാനിവിടെ വന്നിട്ട്. ഏതാ സ്ഥലം പോലും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടിട്ട് ഭൂമി പോലെ ഒന്നും തോന്നുന്നില്ല. നോക്കിയ സൂര്യനും ഇല്ല,
കണ്ടോ, ഒന്നും സൂര്യൻ ഒന്നും കാണുന്നില്ല, ഭൂമിയായിട്ട് ഞാൻ ഓർത്ത് വെട്ടം തരാൻ ഒരു സ്രോതസ്സും ഇല്ല. എവിടുത്തെ ഈ വെട്ടം വരുന്നത്? ഏതോ സ്ഥലമൊന്നും മനസ്സിലാകുന്നില്ല. ഇല്ല, അച്ഛൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് ഒരു ഓർമ്മയില്ല. എനിക്കും അതെ, പെട്ടെന്ന് എന്തോ ഒരു തലകറക്കം പോലെ. പിന്നെ കണ്ണു തുറക്കുമ്പോ ഇവിടെയാ. ചോദിക്കാൻ ആരും കാണുന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ പാസ്റ്റർ നരകവും സ്വർഗവും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏതോ സ്ഥലമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. കാര്യം ഇത് എന്തായാലും ഭൂമിയല്ല. ഇതാണോ സ്വർഗം? അറിയത്തില്ല. അവിടെ ഒരാൾ നിൽപ്പുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കിയാലോ. സഹോദര, ഇത് ഏതാ സ്ഥലം എന്നറിയാമോ? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് എവിടെയാണെന്ന്. ഇതാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഇവിടെ വിശുദ്ധന്മാർ രാപ്പകലില്ലാതെ ദൈവത്തെ ആരാധിക്കും. ഒരു മിനിറ്റ്, ഇത് സ്വർഗത്തിലോട്ട് പോകാൻ നമുക്ക് നാട്ടിലായിരുന്നപ്പം ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ മതി. ഇതിവിടെ 24/7 രാപ്പകൽ ഇല്ലാതെ അധ്വാനിച്ചോണ്ടിരിക്കുക, പ്രാർത്ഥിച്ചോണ്ട്. നമുക്ക് നിത്യതയിലേക്ക് കിടക്കാൻ, നമുക്ക് ദൈവം ഒരു ചാൻസ് നമുക്ക് തന്നതാ ഇപ്പം രക്ഷപ്പെടാനായിട്ട്. ഞാൻ വന്നപ്പോ തൊട്ട് കാണുന്ന ഒരു സാധനമുണ്ട്, അവിടെ കണ്ടോ ഒരു പുക വരുന്നുണ്ട്. അത് നരകം. അതെ, അവിടെ കണ്ടോ, അത് നരകം എന്ന് എഴുതിയിട്ടുണ്ട്. അത് നരകം. അത് ബോർഡ് ഞാൻ കണ്ടു, പക്ഷെ അവിടുത്തെ ഒരു സ്മെല്ല് വെച്ച് നോക്കുമ്പോൾ അവിടെ എന്തോ അൽഫാം വെക്കുന്നുണ്ട്. അത് അൽഫാമൊന്നുമല്ല, അത് സാത്താനാണ് വഞ്ചിക്കുന്ന. നമുക്ക് നിത്യതയിലേക്ക് പോവാം, അവിടെ സ്വർഗത്തിലേക്ക് പോവാം നമുക്ക്. നീ ആഴ്ചയിൽ 40 വട്ടവും ആരാധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നല്ലേ? എനിക്ക് കുറച്ചൊക്കെ എൻജോയ്മെന്റ്. അത്രയ്ക്ക് ദൈവത്തെ എന്റെ സ്ഥിതി കാരണം ശരിക്കും ആരാധിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ നമുക്ക് പോയി, നമുക്ക് ദൈവം ഒരു ചാൻസ് തന്നതാ. നമുക്ക് നിത്യതയിലേക്ക് പോവാം. അച്ഛാ വാ, നമുക്ക് അങ്ങോട്ട് എന്റെ മുളച്ച എന്തായാലും ഗേറ്റ് തുറന്നില്ല. വെയിറ്റ്, ഞാൻ അവിടെ വരുന്നു, പോയി നോക്കട്ടെ. പോകട്ടെ, അത് ചതിയിൽ പെടും. കിട്ടുവാണ് അൽഫാം കിട്ടുന്നു. ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. നിക്ക് ഇപ്പൊ ആരെയും കാണുന്നില്ല. എത്ര നാളായിട്ട് കാത്തിരിക്കാം. പക്ഷെ അറിയോ, ക്ഷീണിച്ചു പോയല്ലോ. ഞാനോ എത്ര നമ്മൾ നോക്കി നിൽക്കുകയായിരുന്നു. ഡയറ്റാണ് ഞാൻ കണ്ടപ്പോഴേ തോന്നി. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. എനിക്ക് കുടിക്കാൻ തരുവാണ്. ആ കുടിക്കാൻ എന്താ വേണ്ടേ? ഷാദ ഷേക്കുണ്ട്, പിസ്ത ഷേക്കുണ്ട്. എന്താ വേണ്ടേ? ഫലൂഡ ഫുൾ ചാർ ആയിക്കോട്ടെ. ഫലൂഡ മോൺസ്റ്റർ ഹെൽ ഫലൂഡ തന്നെ ഉണ്ട്. ആ മോൺസ്റ്റർ ഫലൂഡ ഓർമ്മ കൊടുക്കണം. കുഴപ്പമില്ല. അതെ മധുരം ഇടണ്ടേ? ഞാൻ ഷുഗർ കട്ട് രണ്ടെണ്ണമായി. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു. അതെ, 12 ഒരു മട്ടൻ ബിരിയാണി കൊടുത്തേക്കണേ. മട്ടൻ ബിരിയാണി 12 മട്ടൻ ബിരിയാണി കൊടുത്തേ കേട്ടോ. മട്ടൻ ബിരിയാണി അത് കിട്ടൂടെ? അത് കിട്ടും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് നരകമല്ലേ? ആ, നരകം. ഇതാണോ നരകം? ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഇതാണോ സെറ്റപ്പ് നരകം എന്ന് പറയുന്നത്? പിന്നെ ഇതറിഞ്ഞിട്ട് ഞാൻ നേരത്തെ വന്നേനെ. ഇതാണോ നരകം? ഇതാ നരകം. സത്യം പറയാലോ, ഞാൻ ഇങ്ങനെയൊക്കെ ഈ സെറ്റപ്പ് നടന്നിരുന്നേന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം ഉണ്ടല്ലോ, ഈ പാസ്റ്റർമാർ അവിടെ പറഞ്ഞു നടക്കുന്നൊക്കെ കേൾക്കണം. എന്താ പുകയാണ്, അഗ്നി കുണ്ഡമുണ്ട്, നമ്മളെ ഇട്ട് പൊരിക്കും, വറക്കും, എന്തൊക്കെയാ പറയുന്നത്. കഷ്ടം ആണ് സത്യം. സീരിയസ്ലി ചുമ്മാ ചെറിയ തീ തണുപ്പിനുണ്ടേക്കണേ. പക്ഷേ തണുപ്പല്ലേ? മട്ടൻ ബിരിയാണി മട്ടൻ പിന്നെ കൊടുക്കും. മട്ടൻ ബിരിയാണി പിന്നെ കൊടുക്കും. വേണോ? ഒരു അൽഫ സ്പൈസി ആയിക്കോട്ടെ അല്ലേ? അൽഫ സ്പൈസി അൽഫ സ്പൈസി. ഓക്കെ. പിന്നെ ഇവിടുത്തെ വേറെ ഹലോ, ടൂറോ? അയ്യോ, സ്വർഗത്തിലോട്ട് പോയേക്കല്ലേ? സ്വർഗത്തിൽ പോയേക്കല്ലേ? അതെ, നരകത്തിലേക്ക് വന്നോന്ന്. സ്വർഗത്തിൽ പോയേക്കല്ലേ? നിങ്ങള് വെറുതെ വണ്ടിയില്ല. ഇവിടെ 6000 ലഗിയോമാര് ബൈക്കുമായിട്ട് നിൽപ്പുണ്ട്. നിങ്ങൾ എന്തിനാ വിഷമിക്കണം? ഞാൻ ബൈക്ക് ഓടിക്കും. നിങ്ങൾ ഓടിക്കും. ഞാൻ ഓടിക്കും. അവറാച്ചൻ ബൈക്ക് ഓടിക്കുന്നു. യൂറോപ്പിലെ ലൈസൻസ് ആണോ? എന്നാ അവറാച്ചനെ കൂടെ ഓടിപ്പിക്കുക കേട്ടോ. പറഞ്ഞു. ട്രിപ്പ് ഉണ്ട്. ടൂറിന് പോകുന്നു. ആ ശരിടാ, കഷ്ടമാണോ? പിന്നെ ഇവിടെ മുഴുവൻ നേരം ട്രിപ്പാ, ഫുൾ സെറ്റപ്പാ. സ്വർഗത്ത് പറ്റില്ല. ഒരു മിനിറ്റ്, ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ആ വെളിയിൽ നിൽപ്പുണ്ട്. ആരാ? നമ്മുടെ ഒരു പുള്ളി, എന്റെ ഒരു സുഹൃത്ത് പോള് പാടാ കേട്ടോ. അല്ല, ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പുള്ളിക്ക് ഇതിനെപ്പറ്റി. ഇവിടെ ഒരു അറിവില്ലാതെ കൊണ്ട് പുള്ളി പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ല, ഞാൻ കൊണ്ടുവരും. ഉറപ്പാ. പോളിന് അൽഫാം രണ്ടായിരിക്കും. ഉറപ്പാണേ? വരും. അതെ, അൽഫാം 2 ഇട്ടേക്ക് കേട്ടോ. രണ്ടെണ്ണം.
പൊളച്ച പൊളച്ച ഇത് എന്തായി പോയിട്ട് എന്റെ പൊളച്ച ഇത്രയും സ്നേഹമുള്ള മനുഷ്യരെ ഞാൻ ഭൂമി കണ്ടിട്ടില്ല. പിന്നെ അച്ചായ നരകത്തിലോ അത് സാത്താൻ വഞ്ചിക്കുന്ന വരും നമുക്ക് നിത്യതയിലേക്ക് കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ഞാൻ ചെന്നപ്പം വെള്ളം ചോദിച്ചു, എനിക്ക് കിട്ടിയത് ഫലൂഡ. അതൊക്കെ ചുമ്മാ അവര് ചോറ് ചോദിച്ചപ്പോ ബിരിയാണി, മന്തി, മട്ടൻ മന്തി, അൽഫാം. നിങ്ങൾക്കൂടുള്ള അൽഫാം ഞാൻ പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ നിത്യതയിലേക്ക് ഞാൻ സ്വർഗത്തിലേക്ക് പോവാ. ഈ മുഴുപ്പുള്ള പീസൊക്കെ അതൊന്നും വേണ്ട അച്ചായ. പോള് വരും, പോവാൻ സമയം. എന്റെ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇനിയെങ്കിലും നമുക്ക് കുറച്ചൊരു എൻജോയ്മെന്റ് വേണ്ടി. ഭൂമിയിലായിരുന്നു മുഴുവൻ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മൊത്തം നടക്കുമല്ലായിരുന്നോ? നമുക്ക് അവിടെ പോയി ദൈവത്തെ ആരാധിച്ച് നമുക്ക് നിത്യതയിലേക്ക് കടക്കാം. വാ, ഇത് സാത്താൻ വഞ്ചിക്കുന്നതാ. ലാസ്റ്റ് അവിടെ പോയിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പോള് വരും, നമുക്ക് പോവാം. ഇതേ സമയമായി. ഒരു ഓപ്ഷനേ ഉള്ളൂ. വാ, ഇനി അവിടെ പോയി അൽഫാം അറിയപ്പെടും. അത് വേണ്ട. ട്രിപ്പ് ഉണ്ടോ? ഞാൻ പോവാ എന്നാ എന്തായാലും. ഞാൻ പോവാ. ഓക്കെ ശരി. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദ്യം അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീറിൽ നിന്നും സൗജന്യമായി കൊടുക്കും. പോയവനെയും കാണുന്നില്ല, വന്നവനെയും കാണുന്നില്ല. വരും വരും വരും, അവറച്ചാൻ വരും. ആ പോളിനോട് ഇങ്ങ് കിട്ടിയാൽ മതി. ഞാൻ വന്നേ. എന്തോ പോളെന്തേ? പോള് വന്നില്ല കേട്ടോ. ഞാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുക. ഒട്ടും വന്നില്ല. നിങ്ങൾ തീമൊക്കെ മൊത്തത്തിൽ മാറ്റി. പോളില്ലല്ലേ? ഇല്ല, പോള് വന്നില്ല. ശരി, ഞാൻ പറയട്ടെ, എന്റെ വീട്ടില് എന്റെ ഭാര്യയുടെ അത്ര വിശ്വാസം വേറെ ആർക്കും ഇല്ല. അവൾ എന്നെ കിടന്ന് എല്ലാ ദിവസവും ആരാധനയ്ക്ക് വാ. ഒരു സൗദി കിട്ടിയ ഉടനെ അയ്യോ അവിടെ വീട്ടു പ്രാർത്ഥനയുണ്ട്. സഭയെ ചെല്ലുവാണെങ്കിൽ പാസ്റ്റർ, അവിടെ ഔട്ട്റീച്ച് മിനിസ്ട്രി, ഇവിടെ പ്രാർത്ഥന, അവിടെ കവല പ്രസംഗം, എന്തൊക്കെയാണെന്നറിയാമോ? പക്ഷെ ഞാനിതൊന്നും പോയിട്ടില്ല. പക്ഷെ പോളുണ്ടല്ലോ, പോളിന് സാഹചര്യം കാരണം അവന് പോകാൻ പറ്റിയില്ല. അതായിരുന്നു അവന്റെ പ്രശ്നം. കാരണം അവനിങ്ങനെ പോണം എന്നുള്ളത് വരെയാണ്. കാരണം അവന്റെ ജോലി, അവന്റെ കുടുംബം, അവന്റെ ബാധ്യത, പ്രാരാബ്ദം കാരണം അവന് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അവന് അത് നികത്താൻ വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. എനിക്കാണ് കിട്ടിയില്ല. ഏതായാലും ഇനി എനിക്ക് കുറച്ച് നാളൊന്ന് എൻജോയ് ചെയ്യണം. കാരണം ഇവിടെ ഇത്രയും നല്ല സെറ്റപ്പ് ഒക്കെ അറിഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ടേ വന്നേനെ. ഭൂമിയിൽ കിട്ടാത്ത സൗഭാഗ്യം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും ആ പോളിനോട് സംസാരിച്ചിട്ട് എന്നെ തൊണ്ടല്ലേ ഇത്തിരി വെള്ളം എടുക്കാവോ? വെള്ളം എന്തായിരുന്നു? ഷാർജ സോഡ ആയിരുന്നല്ലേ വേണ്ടത്? നിനക്ക് ഇങ്ങനെ അറിയാൻ പറഞ്ഞിരുന്നേ. എണ്ണയിലിട്ട് കുറ്റുകട അൽഫാം. അയ്യോ അയ്യോ അയ്യോ, തീയാണ് ഇവിടെ, മുഴുവൻ പുകയാണ്. അയ്യോ അയ്യോ, ദൈവമേ എനിക്കൊരു അവസരം കൂടെ തരണേ ദൈവമേ. അയ്യോ അയ്യോ, തീ തീ, അയ്യോ പൊള്ളുന്നേ, അയ്യോ ഉപദ്രവിക്കില്ലേ. അയ്യോ എന്ത് പറ്റി? എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും മാനസാന്തരം വന്നെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകാൻ ചെല്ലിട്ട് ഞാൻ കയറി വന്നതാ. എന്താ പറ്റി? അന്നേരം തീയും പുകയെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്താ പറ്റി? എല്ലാം ഓക്കെ അല്ലേ? എന്ത് വല്ല സ്വപ്നം വല്ലതും കണ്ടോ? എന്തുവാ? മന്തിയോ? എന്താ പറ്റി? ഓക്കെ അല്ലേ? വാമൊക്കെ പ്രാർത്ഥന. ഞാൻ ആരാധനയ്ക്ക് പോയത് അന്നേരം ഇല്ലേ കൂട്ടിക്കൊണ്ടുപോകാൻ. ഒരിക്കലും ഉപേക്ഷയായി വിചാരിക്കരുത്. എന്ത് പറ്റി? പെട്ടെന്ന് മാനസാന്തരം. ഞാൻ രാവിലെ എല്ലാം റെഡി ആയതാണല്ലോ. എന്ത് പറ്റി? പെട്ടെന്ന് എന്ത് പറ്റി? എല്ലാവരും മാനസാന്തരം പോലെ എന്താ പറ്റിയോ? പിന്നെ വേറെ കാര്യമുണ്ട്. നമ്മുടെ ആ ചർച്ചിലുണ്ടല്ലോ, സൗണ്ട് അങ്ങോട്ട് പോരാ. നമുക്ക് 2 സ്പീഡ് കൂടെ ഞാൻ ചോദിക്കാം. നമുക്ക് പാട്ട് ഒച്ചത്തിൽ അങ്ങോട്ട് വെക്കണം. അതെ ആ താടിക്കാരന്റെ പാട്ടുണ്ടല്ലോ. അതെ ആ താടിക്കാരൻ അവരുടെ പാട്ട് കേൾക്കത്തേ ഇല്ല. അതെ ഇന്ന് എന്തായാലുണ്ടല്ലോ, എനിക്ക് 10 മിനിറ്റ് എനിക്കൊരു അനുഭവസാക്ഷി പറയാൻ എനിക്ക് തരണം. അതെ എനിക്ക് 10 മിനിറ്റ് വേണം.
പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എനിക്ക് ആകെ 6 ദിവസം വർക്ക് ഉണ്ട്, അപ്പൊ എനിക്ക് ഒരു ദിവസം ഇന്നൊരു ദിവസം ഓഫ് ഉള്ളു. നമുക്ക് ഇന്ന് വൈകുന്നേരം മറ്റേ കവലപ്രസംഗം പരസ്യമൊക്കെ ആക്കിയല്ലോ. മൊത്തത്തിൽ വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഫുൾ ചെലവ് എന്റെ വേണം. ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങും. ഓക്കെ അപ്പൊ വരാൻ കാണാം. ഓക്കെ നിങ്ങൾക്ക് ഇത് എന്തോ പറ്റി പെട്ടെന്നൊരു മാനസാന്തരം ഇതിലെ അവിടെ വിചാരിക്കരുത്. ബൈബിൾ എടുക്കുന്ന നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാം. ഇനി തൊട്ട് ഫോണിലുള്ള ബൈബിൾ ഒന്നും പറ്റിയല്ല. അയ്യോ കർത്താവ് ഇതാണ്ട് അവിടെ ഇരിപ്പുണ്ട്, ബൈബിൾ എടുത്തു. എന്തായാലും എന്റെ പ്രാർത്ഥന കർത്താവ് കേട്ട് ദൈവത്തിന് നന്ദി സ്തോത്രം എന്തായാലും. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇതോടെ ഈ സ്കിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.